രാജ്യം എന്നും എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. സിന്ധു നദി തീരത്തെ സ്വർഗരാജ്യം. സത്യമേവ ജയതി എന്നോതിടുന്ന രാജ്യം. ഇന്ത്യ രാജ്യം എൻ്റെ രാജ്യം എന്നും എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. സിന്ധു നദി തീരത്തെ സ്വർഗരാജ്യം. സത്യമേവ ജയതി എന്നോതിടുന്ന രാജ്യം. ഞാൻ പിറന്ന മണ്ണെനിക്കഭിമാന രാജ്യം. ജ്ഞാനത്തിൻ്റെ കോടിപ്പൂക്കൾ പൂവിടുന്ന രാജ്യം. ജ്ഞാനികളായിരങ്ങൾ ഉയിർ കൊടുത്ത രാജ്യം. ഭൂമിയിലെ സുന്ദരമാം നാടിതല്ലോ ഭാരതം. ഇന്ത്യ രാജ്യം എൻ്റെ രാജ്യം എന്നും എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. സിന്ധു നദി തീരത്തെ സ്വർഗരാജ്യം. സത്യമേവ ജയതി എന്നോതിടുന്ന രാജ്യം. നമ്മുടെ പൂർവികർ കാത്തുവച്ച രാജ്യം. നന്മയുള്ള പൂമരങ്ങൾ പൂത്തു നിൽക്കും രാജ്യം. സ്നേഹമുള്ള മാനസങ്ങൾ ഒത്തുചേരും ഭാരതം. സഹനം കൊണ്ട് വിജയം തന്ന ഗാന്ധിജിയുടെ രാജ്യം. ഇന്ത്യ രാജ്യം എൻ്റെ രാജ്യം എന്നും എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. സിന്ധു നദി തീരത്തെ സ്വർഗരാജ്യം. സത്യമേവ ജയതി എന്നോതിടുന്ന രാജ്യം. ഇന്ത്യ രാജ്യം എൻ്റെ രാജ്യം എന്നും എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ജാതി മതവർഗ ഭാഷ ദേശകുലങ്ങൾ മറന്ന് സർവരും തോൾ ചേർന്നു നിന്നിടുന്ന ഭാരതം. നാനാത്വത്തിൽ ഏകത്വം കോർത്തുവെക്കും രാജ്യം. ഒരു സമൂഹം എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളിൽ കൂടി അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്ത്യ എങ്ങനെ സ്വാതന്ത്ര്യം നേടിയെന്നും അതിൽ പടിപടിയായി എങ്ങനെ വളർന്ന് ഇന്നത്തെ ഒരു വികസന രാജ്യമായി തീർന്നുവെന്നും എങ്ങനെയൊക്കെയാണ് ഇന്ത്യ സാമ്പത്തികമായി സൈനികമായി ഒക്കെ നേട്ടങ്ങളുണ്ടാക്കിയതെന്നും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇന്ത്യ എങ്ങനെ സ്വാതന്ത്ര്യം നേടി എന്നതിന്റെ കൃത്യമായ ബോധത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും. അതിന് നമ്മൾ അറിയേണ്ടത് നമ്മുടെ അധ്യാപകരിൽ നിന്ന്, നമ്മുടെ ടീച്ചർമാരിൽ നിന്ന് ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ച്, അതിന്റെ കഥയെ കുറിച്ച്, അതിന്റെ നായകന്മാരെ കുറിച്ച്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതിന് നമുക്ക് വായന ഉണ്ടാവണം. ആ വായനമാര് അല്ലെ, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ കഥ പറയാൻ ഈ ദിവസം ഇന്ന് പോരാ, ഒരു ദിവസം പോരാ, 2 ദിവസം പോരാ. എന്തുകൊണ്ടാ? 200 വർഷക്കാലം നാം നടത്തിയ ധീരമായ പോരാട്ടത്തിന്റെ ഏതാണ്ട് 37 കോടി ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും അതിലെ എത്രയോ ആളുകളുടെ ജീവത്യാഗത്തിന്റെ തീവ്രവും തീക്ഷ്ണമായ കഥ
നിങ്ങൾ പേടിക്കേണ്ട അങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലേ, ആ വാക്കുകളൊക്കെ ഞങ്ങൾ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ മുതിർന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അതൊരു വലിയ കഥയാണ്. രാജാവിന്റെയും രാജകുമാരന്റെയും കഥ പോലെ എളുപ്പത്തിൽ 10 മിനിറ്റോട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പക്ഷെ അത്രയും സമയമൊന്നും നമുക്ക് കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയില്ല, എനിക്ക് പറയാനും കഴിയില്ല, മുഴുവൻ പറയാൻ കഴിയില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 200 വർഷക്കാലത്തെ കഥ വളരെ ബൃഹത്തായ വലിയ കഥയാണ്. അതിൽ പൊട്ടും പൊടിയായി അവിടെ ഇവിടുന്നൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പറയുള്ളൂ. അത്രയും കാര്യങ്ങൾ കേട്ടിരുന്ന സന്തോഷം, മാഷിക്ക് സന്തോഷം, നിങ്ങൾക്കും കുറെ കാര്യങ്ങളുണ്ടാവും. ഇപ്പോ എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല്? എന്താ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല്? സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നമുക്ക് തോന്നുമ്പോൾ എല്ലാ കാര്യവും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണോ? നിങ്ങളല്ലേ നിങ്ങളുടെ വീട്ടിൽ തന്നെ പറയല്ലേ, എനിക്ക് വീട്ടിൽ നിങ്ങൾ കുറച്ചും കൂടെ മുതിർന്നോട്ട് കാണുന്ന പറയും, ഓ എനിക്ക് വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, അത് പറഞ്ഞുകൂടാ, ഇത് പറഞ്ഞുകൂടാ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഉമ്മ ഉപ്പൊക്കെ അങ്ങനെ ചെയ്തുകൂടാ, അവിടെ പോയിക്കൂടാ, വൈകുന്നേരം സ്കൂളിൽ കളിക്കാൻ പോയിക്കൂടാ, അങ്ങനെ നിങ്ങൾ പറയും എന്റെ സ്വാതന്ത്ര്യമൊന്നും ഇല്ലേ അല്ലേ? അപ്പോ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനും വളരാനുമുള്ള, ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരത്തിന് നമുക്ക് സ്വാതന്ത്ര്യം പറയാം അല്ലേ? അത് മാത്രമാണോ? ഭക്ഷണം കിട്ടണം, വസ്ത്രം കിട്ടണം, വിദ്യാഭ്യാസം ലഭിക്കണം, പിന്നെ ആരോഗ്യ പരിരക്ഷ കിട്ടണം, ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. സ്വച്ഛമായ സ്വതന്ത്രമായി നമുക്ക് ശ്വസിക്കാനും വായു ശ്വസിക്കാനും കുടിവെള്ളം കിട്ടാനും ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ജനിച്ച ഒരു ജീവിതത്തിൽ എന്ന നിലയിൽ നമ്മുടെ സ്വതന്ത്രമായ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ പറ്റിയ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ചുരുക്കി പറയാം. നമ്മുടെ ഈ രാജ്യത്ത് വിവിധങ്ങളായ സംസ്ഥാനത്തുണ്ടാകുന്ന ലാംഗ്വേജസ്, ജാതി, മതം, ഭാഷ, ഭക്ഷണ രീതി, സംസ്കാരം എല്ലാം ഓർമ്മിപ്പിച്ച് ഒരു പൂന്തോട്ടത്തിലുള്ള പൂക്കളെ പോലെയാണ് നമ്മുടെ ഈ രാജ്യം. അതിനാണ് നമ്മുടെ ഇന്ത്യക്കൊരു പേര്, ഇൻക്രെഡിബിൾ ഓഫ് ഇന്ത്യ. എല്ലാ മഹാത്മ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു വർണ്ണന, ഈ നിറം. അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കൊക്കെ ഈ ലോകത്ത് ഏറ്റവും നല്ലൊരു രാജ്യത്തിന്റെ പ്രതിനിധിയായി ജീവിക്കാൻ പറ്റുന്നത്. അതിൽ നമ്മൾ അത്രയും മഹത്വമുണ്ട്, അത്രയും അഭിമാനിക്കേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യവും ഈ ഐക്യവും ഈ സ്നേഹവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കേണ്ടത് ഇനി നമ്മളാണ്, എനിക്ക് ശേഷം ഈ കുട്ടികളാണ്. അത് നമ്മൾ കൈമാറേണ്ടത് നമ്മുടെ രക്ഷിതാവ് എന്ന നിലയിൽ എന്റെയും നമ്മുടെ ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും ഉത്തരവാദിത്തമാണ്. അവരെ തമ്മിൽ ചേരിതിരിവോ വിവേചനമോ വൈരാഗ്യമോ വിദ്വേഷമൊന്നും പടർത്താതെ ജീവിതം ഐക്യത്തെയും സ്നേഹത്തോടെയും ഏത് ദുരിതം വന്നാലും എന്ത് ദുരന്തം വന്നാലും ഒന്നിച്ചു നിന്ന് നേരിടാനുള്ള കേൾപ്പും സ്നേഹവും കാരുണ്യം ഉണ്ടാവാൻ ഞാൻ ഈ ദിവസം പ്രാർത്ഥിക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്ന എന്റെ അധ്യാപകന്മാർ, എനിക്ക് കുറ്റേരി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു പ്രഭാകരൻ മാഷ്. ആ മാഷിനെ ഇന്ന് ചെറിയ രീതിയിലെങ്കിലും എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഈ യൂണിഫോമിൽ സാറിന് കാണാൻ പറ്റുന്നതായി ആദ്യമായിട്ടാണ്. താങ്ക് യു. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇതുപോലെ നിങ്ങളെ പോലത്തെ കുഞ്ഞുങ്ങളായിട്ട് കുറ്റേരി യു പി സ്കൂളിൽ പഠിച്ചതായിരുന്നു ഞാൻ. അതേപോലെ മാഷും അവിടെ പഠിച്ചതായിരുന്നു. അപ്പൊ ഓരോ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു വരദാനമായിട്ട് നമുക്ക് അധ്യാപകരെയും സ്കൂളൊക്കെ കിട്ടും. ഈ സ്കൂളെല്ലാം നമ്മളെ വളർത്തുന്നത് നമ്മൾ അധ്യാപകരാണ്. ആ അധ്യാപകർക്ക് എന്നും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നല്ല ഉയർന്ന ഒരു സ്ഥലത്തെത്തിയിട്ടാണ്. നല്ല ഒരു സമ്മാനമായിട്ട് തിരിച്ച് നമുക്ക് ഗുരുദക്ഷിണ എന്ന് കൊടുക്കാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ലൊരു പൊസിഷനിൽ എത്തി കാണിക്കാവുന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുക നമ്മുടെ രക്ഷിതാക്കളെക്കാളും കൂടുതൽ ടീച്ചേഴ്സാണ്. കാരണം രക്ഷിതാക്കൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് കുട്ടികളെ ടിഫിനും യൂണിഫോമും ബാഗും ഒക്കെ ആയിട്ട് വിട്ടുകൊള്ളുള്ളൂ. ബാക്കി മുഴുവൻ ടീച്ചേഴ്സിന്റെ കയ്യിലാണ് പകരം കൊടുക്കുന്നത്.